മുതിർന്ന പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ അന്തരിച്ചു. ഇന്ത്യയിലെ അടിസ്ഥാന പരിസ്ഥിതിവാദത്തിന് രൂപം നൽകിയ ശാസ്ത്രജ്ഞനാണ് മാധവ് ഗാഡ്ഗിൽ. പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നിരവധി വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇടുക്കിയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു ഈ റിപ്പോർട്ട്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി അവസ്ഥയെ ശാസ്ത്രീയമായി പഠിക്കുവാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്നു ഗാഡ്ഗിൽ. ഈ സമിതി പിന്നീട് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 2011 സമർപ്പിച്ച ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പശ്ചിമഘട്ട സംരക്ഷണത്തിൽ നിർണായക വഴിത്തിരിവായിരുന്നു. പരിസ്ഥിതി അതിസൂക്ഷ്മ മേഖലകളായി തിരിച്ചറിഞ്ഞ പ്രദേശങ്ങളിൽ പാറഖനനം, അണക്കെട്ട് നിർമ്മാണം, അനിയന്ത്രിത വികസനം എന്നിവ നിയന്ത്രിക്കണമെന്ന് റിപ്പോർട്ട് ശുപാർശ ചെയ്തിരുന്നു. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും പരിസ്ഥിതി സമതുലിതാവസ്ഥ നിലനിർത്തുന്നതിനും ലക്ഷ്യമിട്ട ഈ റിപ്പോർട്ടുകൾ രാജ്യവ്യാപകമായ ചർച്ചകൾക്ക് വഴിവെച്ചു. റിപ്പോർട്ട് പുറത്തിറങ്ങിയ ആദ്യഘട്ടത്തിൽ കേരളത്തിലുൾപ്പെടെ വ്യാപകമായ എതിർപ്പുകൾ നേരിട്ടെങ്കിലും 2018 മഹാപ്രളയവും തുടർച്ചയായി ഉണ്ടായ പ്രകൃതിക്ഷോഭങ്ങളും പശ്ചാത്തലമായപ്പോൾ ഗാഡ്ഗിലിന്റെ മുന്നറിയിപ്പുകൾക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇതോടെ റിപ്പോർട്ടിന്റെ പ്രസക്തിയും ശാസ്ത്രീയ മൂല്യവും പൊതുസമൂഹം കൂടുതൽ തിരിച്ചറിഞ്ഞു. പരിസ്ഥിതി ശാസ്ത്രമേഖലയിൽ നൽകിയ അതുല്യ സംഭാവനകൾക്ക് ഗാഡ്ഗിലിന് 1981 പത്മശ്രീയും 2006 പത്മഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണം വികസനത്തോട് വിരോധമല്ലെന്നും ഉത്തരവാദിത്തമുള്ള വികസനമാണ് ഭാവിക്ക് വഴിയെന്നും നിരന്തരം ഓർമ്മിപ്പിച്ച ശാസ്ത്രജ്ഞനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.